ഡോക്ടർ തോമസ് ഐസക് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ തോമസ് ഐസക്, താങ്കൾ ഈ മലയാളിയുടെ ഓർമ്മശക്തിയെ പരിഹസിക്കാൻ ശ്രമിച്ചവർക്ക് കൃത്യമായ മറുപടിയാണ് അക്കമിട്ട് നിരത്തിയത്. ഉമ്മൻചാണ്ടിയുടെ വാക്കുകളുടെ സമ്മതം, MK മുനീറിൻ്റെ നിയമസഭാ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഇതടക്കം വസ്തുതകൾ നിരത്തി താങ്കൾ വിശദീകരിച്ചത് വളരെ വ്യക്തമാണ്. മുനീർ നീണ്ട നാളത്തെ കുടിശ്ശികയുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിനുശേഷം ഭരണം അവസാനിക്കുന്നതിന് 3 മാസം മുമ്പ് ഉമ്മൻചാണ്ടി തന്നെ 6 മാസം മുതൽ 11 മാസം വരെ കുടിശ്ശികയുണ്ടെന്ന് വ്യക്തമാക്കിയതാണ്. ഈ കുടിശ്ശിക തീർത്തിട്ടില്ല. സിമ്പ് അതത് മാസത്തെ കൊടുത്തു, കുടിശ്ശിക തീർത്തിട്ടില്ല. കുടിശ്ശിക തീർക്കാനെന്ന് പറഞ്ഞ് പോസ്റ്റ് ഓഫീസ് വഴി നൽകിയ പണം ഉമ്മൻചാണ്ടി തന്നെ ഈ പത്രപ്രസ്ഥാനം പറയുന്നുണ്ട്, അതിൽ 50 കോടി രൂപയെ അവര് ചെലവാക്കിയുള്ളൂ, ബാക്കി തിരിച്ചെടുത്തു. തിരിച്ചെടുത്ത പണം പിന്നെ വിതരണം ചെയ്തിട്ടില്ല. ഇവിടെ പുതിയ സർക്കാർ വന്നപ്പോ ഓണക്കാലത്ത് പെൻഷൻ കുടിശ്ശിക തീർക്കണമെന്ന് പ്രഖ്യാപിച്ചു. ബഡ്ജറ്റിൽ പറഞ്ഞായിരുന്നു കുടിശ്ശിക തീർത്തു കൊടുക്കും. ഈ നടപ്പാക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് കുത്തഴിഞ്ഞ അവസ്ഥ മനസ്സിലാക്കിയത്. ഓരോ പെൻഷനും കുടിശ്ശിക എത്രയെന്ന് അതത് പെൻഷൻകാർക്ക് അറിയാം, വ്യത്യസ്തമാണ്. 2, വിസ്മേഖല എന്ന് പറയട്ടെ, ചില ജില്ലകളിൽ കുടിശ്ശിക കൂടുതൽ, ചില കോർപ്പറേഷനുകളിൽ കുടിശ്ശിക കൂടുതൽ. ഇതിനൊന്നും ഒരു വ്യവസ്ഥയില്ല, വെള്ളിയാഴ്ച ഇല്ലാത്ത അവസ്ഥയാണ്. ഇങ്ങനെ വന്നപ്പോ അവസാനം ഉത്തരവിറക്കിയത് എങ്ങനെയെന്നറിയാമോ? വളരെ വിചിത്രമായ ഉത്തരവാണ്. കുടിശ്ശിക കൊടുക്കാം, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴിയാണല്ലോ കൊടുക്കുന്നത്, കുടിശ്ശിക കൊടുക്കാം, പക്ഷെ 15,000 രൂപയേക്കാൾ കൂടുതൽ പാടില്ല. അന്ന് 600 രൂപയാണ് പെൻഷൻ. 15,000 വെച്ചാൽ 25 മാസം വരെ കുടിശ്ശിക കൊടുക്കാൻ അനുവാദം നൽകിക്കൊണ്ട് ആ ഉത്തരവിറക്കിയത്. അതായിരുന്നു അന്നത്തെ അവസ്ഥാവിശേഷം എന്ന് പറയുന്നത്. അപ്പോ ഇവരെല്ലാം ഉദ്ധരിക്കുന്നത് 803 കോടി രൂപയാണ്. അത് നമ്മുടെ ധവളപത്രത്തിൽ വന്നതാണ്. ആ ധവളപത്രത്തിൽ വന്ന് ടോട്ടലി അണ്ടർ എസ്റ്റിമേറ്റ് ആണ്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സർക്കാരിന് ലയബിലിറ്റി ഉള്ള പെൻഷനുകൾ മാത്രത്തിന്റെ കണക്കാണ്. ബാക്കി ക്ഷേമനിധികളുടെയും ബാക്കിയുള്ള പെൻഷനെല്ലാം അതിന് പുറത്തുള്ളതാണ്. ഏതായാലും ഇപ്പൊ നമ്മുടെ ഈ കണക്കുണ്ട്, കുടിശ്ശികയായിട്ട് 1473 കോടി രൂപ ഓണക്കാലത്ത് കൊടുത്തു. അതിന് വ്യക്തമായ രേഖകളുണ്ട്. ഇനി കണക്കുമായിട്ട് UDF വരട്ടെ. CAG ഈ കുടിശ്ശിക സംബന്ധിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാ. അതടക്കം കൊണ്ടുവരും. അപ്പൊ അതുകൊണ്ട് UDF ഇനി പറഞ്ഞാട്ടെ, ബാക്കിയുള്ള പിന്നീട് പറയാം. ഇനി കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ വാങ്ങിക്കൂട്ടും, കൂട്ടേണ്ടി വരും. വേണ്ട, ഇത് ഇങ്ങനെയൊക്കെ വർത്താനം പറയാൻ പോയാലോ എന്ന്. അന്ന് അവരുടെ കാലത്ത് VD സതീശൻ പറയാൻ കേട്ടില്ല. ഒരാളെന്നോട് വിളിച്ചു ഫോണിൽ കൂടി ചോദിക്കുക, 3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ അങ്ങനെ മനുഷ്യന്മാരെ അങ്ങ് ഓർമ്മശക്തിയെ പരിഹസിക്കുന്ന രീതിയിൽ പ്രസ്താവന നോക്കിക്കഴിഞ്ഞാൽ സ്വല്പം ബുദ്ധിമുട്ടേണ്ടി വന്നാലും പഴയ രേഖകളെല്ലാം എടുത്തു വെച്ച് എണ്ണി മറുപടി പറയും. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ച ശ്രീ ഡോക്ടർ തോമസ് ഐസക്. മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കാണ് വസ്തുതകൾ നിരത്തിയത്.